എല്ലാ പൗരന്മാർക്കും മതാതീതമായിട്ടുള്ള തുല്യതയെപ്പറ്റി പറയുന്ന ഒരു ഭരണഘടനയുള്ള ഇന്ത്യയിൽ ഈ സെക്കുലർ സ്റ്റേറ്റിൻ്റെ ശ്രീകോവിൽ എന്ന് വിളിക്കപ്പെടുന്ന പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പൂജാരിയായത് പ്രധാനമന്ത്രി. BJPയെ നയിക്കുന്നത് RSS ആണ്. RSS ആണ് BJPയുടെ തലയും തലച്ചോറുമെല്ലാം. നട്ടെല്ലും തലച്ചോറുമെല്ലാം അത് BJP ആണ്, RSS ആണ്. RSS എല്ലാമായി വർത്തിക്കുന്ന BJPയിൽ ഇത്രയും വലിയ നാരീസ്നേഹം പറയുമ്പോൾ ഒരു ചോദ്യം ഇവിടെ ഉണ്ട്, ഉത്തരം കിട്ടാതെ. ഉത്തരമുണ്ടെങ്കിൽ അത് പറയണം, മോദി പറയണം. ചോദ്യം എന്താണ്? BJPയുടെ വഴികാട്ടിയായ, ആശയ രാഷ്ട്രീയ വഴികാട്ടിയായ RSSൽ സ്ത്രീകൾക്ക് അംഗത്വം ഉണ്ടോ? സ്ത്രീകൾക്ക് RSSൽ അംഗത്വം ഉണ്ടോ? ഇല്ല. ഇന്ത്യ അതറിയണം. സ്ത്രീക്ക് അംഗത്വം കൊടുക്കാത്ത RSS ആണ് അവർ നയിക്കുന്നത്. അംഗത്വം പോലും കൊടുക്കാതെ സ്ത്രീയെ കാതങ്ങൾ അകറ്റി നിർത്തുന്ന RSS നയിക്കുന്ന BJP പറയുകയാണ്, ഞങ്ങൾ നാരികൾക്ക് വേണ്ടിയുള്ള മഹത്വം പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നാരീ ശക്തികളുടെ പാർട്ടിയായിട്ട് ആ പാർട്ടി മാറിയെന്നു. ആ പാർട്ടി എത്രമാത്രം തട്ടിപ്പിൻ്റെ പാർട്ടിയാണെന്ന് ബോധ്യപ്പെടുത്തുകയാണ്. നിങ്ങളറിയണം, സ്ത്രീകൾക്ക് അംഗത്വം കൊടുക്കാത്ത RSSൻ്റെ ഈ നെറികേടിനെപ്പറ്റി ചർച്ചയുണ്ടായി. ചർച്ചയ്ക്ക് മുമ്പിൽ അവർക്ക് ഉത്തരവിടാതെ പോയി. അപ്പോൾ വീണ്ടും നാടകം കളിച്ചു. അത് RSSൽ അംഗത്വം കൊടുക്കാമെന്നല്ല പറഞ്ഞത്. RSSൽ സ്ത്രീകൾക്കും അംഗത്വമാകുമെന്ന് പറഞ്ഞില്ലേ BJPയും RSSും? പകരം പറഞ്ഞു, സ്ത്രീകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകമായി രാഷ്ട്രീയ സേവിക സമിതി ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അതും RSS ആണ്. ഒരു RSS രാഷ്ട്രീയ സ്വയം സേവക് സംഘ്, എക്സ്ക്ലൂസീവ്ലി ഫോർ വിമൻ, അല്ല മെൻ, ആണുങ്ങൾ മാത്രം. അവിടെ പെണ്ണ് വരാൻ പാടില്ല. പെണ്ണിനെ കണ്ടാൽ അപകടമാണ്. അതുകൊണ്ട് അവിടെ പവിത്രമായിട്ടുള്ള സ്ഥലത്ത് ഒരു പെണ്ണും വരാൻ പാടില്ല. അംഗത്വം പോലും പാടില്ല. ഭാരവാഹിത്വം പോട്ടെ, ചർച്ചയിലെ പങ്കെടുത്തം പോകട്ടെ, അംഗത്വം പോലുമില്ല. ആ ചർച്ചയിൽ അവർ ഒറ്റപ്പെട്ടപ്പോൾ അവർ കണ്ടെത്തിയ വിദ്യയാണത്. സ്ത്രീകൾക്ക് മാത്രമായിട്ട് RSSൻ്റെ മുൻകൈയിൽ ഒരു സംഘടന ഉണ്ടാക്കി. അതാണ് രാഷ്ട്രീയ സേവികാ സമിതി. അതാണ് RSS, അതാണ് BJP. ഞാൻ വീണ്ടും ചോദിക്കുന്നു, എപ്പോഴും മോദി പറയും പാർലമെൻ്റ് എന്നാൽ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലാണെന്ന് എപ്പോഴും പറയും. ആദ്യമായിട്ട് അദ്ദേഹം സ്ഥാനമേൽക്കാൻ വന്നപ്പോൾ, പ്രധാനമന്ത്രിയായപ്പോൾ ആ നാടകം നിങ്ങൾ കണ്ടതാണ്. അന്നത്തെ മന്ദിരത്തിൻ്റെ താഴത്തെ പടിയിൽ അദ്ദേഹം കുനിഞ്ഞു നിന്ന് ആ പടികൾ തൊട്ട് തലയിൽ വെച്ച് തൊഴുതു നിന്നു. അദ്ദേഹം പറഞ്ഞു, ഇതാണ് ഡെമോക്രസിയുടെ കേന്ദ്രം. ഇന്ത്യയുടെ പാർലമെൻറ്റ്, അദ്ദേഹം പറഞ്ഞു, ദിസ് ഈസ് ദ മദർ ഓഫ് ഡെമോക്രസി. മദർ ഓഫ് ഡെമോക്രസി. ആ മദർ ഓഫ് ഡെമോക്രസി ആയിട്ടുള്ള ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൻ്റെയും ഡെമോക്രസിയുടെയും ശ്രീകോവിലാണെന്ന് പറഞ്ഞു പാർലമെൻറ്റ്. ശ്രീകോവിൽ. ആ ശ്രീകോവിലിൽ ലവലേശം ആത്മാർത്ഥതയില്ലാതെ പൊള്ളയായ സ്ത്രീപ്രേമം പറയുമ്പോൾ ഒരു ഉത്തരം പറയണം, മോദി പറയണം. ചോദ്യം എന്താണെന്ന് അറിയാമോ? 2023 പാർലമെൻറ്റിൻ്റെ ഈ പുതിയ മന്ദിരത്തിൻ്റെ ഉദ്ഘാടന വേളയിൽ ഈ നാട്ടിലെ ആദ്യത്തെ പൗരൻ, ദ ഫസ്റ്റ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കപ്പെടുന്ന രാഷ്ട്രപതി ഇല്ലായിരുന്നു. ഞാൻ സാക്ഷിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർലമെൻറ്റിലെ നേതാവെന്ന നിലയ്ക്ക് എനിക്കും ക്ഷണമുണ്ടായിരുന്നു ആ ചടങ്ങിലേക്ക്. ഞാൻ കണ്ട കാഴ്ചയാണ്. അവിടെ എല്ലാം ചെയ്ത ഒരാളാണ് പ്രധാനമന്ത്രി.
പൂജ പോലും ചെയ്തത് പ്രധാനമന്ത്രിയാണ്. പൂജാരിമാരുണ്ടായിരുന്നു അവിടെ ഒരുപാട് പേര്. ആ പൂജാരിമാരെല്ലാം നോക്കി നിൽക്കെ പൂജയും ഹോമവും ഒക്കെ ചെയ്തത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഏത് ഇന്ത്യ? സെക്കുലർ ഇന്ത്യ. എല്ലാ പൗരന്മാർക്കും മതാതീതമായിട്ടുള്ള തുല്യതയെപ്പറ്റി പറയുന്ന ഒരു ഭരണഘടനയുള്ള ഇന്ത്യയിൽ ഈ സെക്കുലർ സ്റ്റേറ്റിൻ്റെ ശ്രീകോവിൽ എന്ന് വിളിക്കപ്പെടുന്ന പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പൂജാരിയായത് പ്രധാനമന്ത്രി.